ഡോക്ടർ സുനിൽ കേസിയാണ് നമ്മുടെ പിയേഴ്സിംഗ് നടത്താൻ പോകുന്നത്. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ മൂക്ക് കുത്തി ചെറുതായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ട്. അപ്പൊ ഗൈസ്, അമ്മ മൂക്ക് കുത്തിയിരിക്കുന്നു. അപ്പൊ ഇതാണ് ആഫ്റ്റർ 3 days ഓഫ് പിയേഴ്സിംഗ് ഉള്ള അമ്മയുടെ മൂക്ക് കേട്ടോ. ഓൾമോസ്റ്റ് ഹീൽ ആയിട്ടുണ്ട്. ഇവിടെ ഒന്നും വലിയ വേദന ഇല്ലല്ലോ? ഇല്ല കേട്ടോ, ചെറിയൊരു റെഡ്നെസ് ഉണ്ട്, അത് പോകുന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അമ്മ ഹാപ്പി അല്ലേ? അതെ. ഓക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. അതെന്താ അമ്മ കാരണം? മൂക്കുകുത്തലാണ്. അമ്മക്ക് ഇന്ന് മൂക്ക് കുത്താൻ വേണ്ടി പോവാണ്. അമ്മ കുറച്ച് ദിവസമായി പറയുന്നു മൂക്ക് കുത്തണം എന്ന്. അമ്മയെക്കാട്ടിലും കൂടുതൽ അച്ഛ പറയുന്നുണ്ടായിരുന്നു ഒന്ന് മൂക്ക് കുത്താൻ വേണ്ടി. അമ്മ ഓൾറെഡി 2 പ്രാവശ്യമല്ലേ കുത്തിയിട്ടുള്ളത്. പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു. അത് ലെഫ്റ്റ് സൈഡിലായിരുന്നു കുത്തിയത്. അത് പിന്നെ എങ്ങനെയോ അടഞ്ഞു പോയി. അതെന്താ, പഴുത്തു അല്ലേ? അങ്ങനെ പഴുത്തു പോയി. പിന്നെ സെക്കൻഡ് ടൈം റൈറ്റ് സൈഡിൽ കുത്തി. അതും അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് പോയി. അപ്പൊ ഇപ്പൊ എനിക്കുണ്ട് മൂക്കുത്തി. അപ്പൊ അമ്മയ്ക്ക് മൂക്ക് കുത്തണം എന്നൊരു ആഗ്രഹം. അപ്പൊ നമ്മളിപ്പോ മൂക്ക് കുത്താൻ വേണ്ടി പോവാണ്. നമ്മളിവിടെ മൈസൂരിൽ തന്നെയാണ്. അപ്പോയിന്റ്മെന്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. 6 മണിക്കാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ്. അപ്പൊ നമുക്കിനി മൂക്ക് കുത്തണം. അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അമ്മ എക്സൈറ്റഡ് ആണോ? ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്, വേദന ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ അമ്മ മൂക്ക് കുത്തിയിട്ട് ഇടാൻ പോകുന്ന മൂക്കുത്തി. ഭയങ്കര സിമ്പിൾ, ജസ്റ്റ് ഒരു സ്റ്റഡ് മാത്രം, ഒരു സ്റ്റോൺ മാത്രം വരുന്ന ഒരു മൂക്കുത്തിയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ പഴയ മൂക്കുത്തിയാണ്. ഇതിന്റെ കാല് അത്യാവശ്യം അല്ലേ അമ്മ? അത്യാവശ്യം വലിയ കാലാണ്. വലിയ കാലാണ്. അപ്പം നമുക്ക് ഹീലിംഗ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആവും. അപ്പം ഞാനും പണ്ട് ഫസ്റ്റ് മൂക്ക് കുത്തിയ സമയത്ത് കുറച്ച് കാലം ഇതായിരുന്നു ഇട്ടത്. അപ്പം അമ്മയും ഇതാണ് ഇടാൻ പോകുന്നത്. അപ്പം ഇനി നമുക്ക് കുത്തുമ്പോൾ കാണാം. ഈ ക്ലിനിക്കിലാണ് ഗൈസ് നമ്മൾ പിയേഴ്സ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അതിഥി ക്ലിനിക് എന്നാണ് പേര്. ഈ ഡോക്ടർ സുനിൽ കേസിയാണ് നമ്മുടെ പിയേഴ്സിംഗ് നടത്താൻ പോകുന്നത്. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. നമുക്ക് പിയേഴ്സിംഗ് ചെയ്യുമ്പോൾ കാണാം. ഫീസ് കാണിക്കും. നമ്മളെ ക്ലിനിക്ക് അപ്പോയിൻമെന്റ് കിട്ടി. അങ്ങനെ നമ്മുടെ ഡോക്ടർ എത്തി. ഫസ്റ്റ് പേഷ്യന്റ് നമ്മൾ തന്നെ ആയിരുന്നു. പോയ ഉടനെ തന്നെ അമ്മയോട് ആദ്യം കിടന്നോളാൻ പറഞ്ഞു. അമ്മയ്ക്ക് ആദ്യം തന്നെ കുത്താൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ നല്ല ഫ്രണ്ട്ലി ഡോക്ടറായിരുന്നു. ആൾ സംസാരിച്ചുകൊണ്ടാണ് കുത്തിയത് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞത് ആദ്യം ആ കുത്തുമ്പോൾ ഉണ്ടായിരുന്നൊരു വേദനയുള്ളൂ, പിന്നെ മൊത്തമായിട്ടൊരു അമ്പരപ്പായിരുന്നു എന്നാണ് പറഞ്ഞത്. ആൾ കുത്തുമ്പോൾ ചെറുതായിട്ട് ബ്ലീഡിങ്, ചോര വരുന്നുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും അമ്മയോട് പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആകെ തളർന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആയിപ്പോവും. അമ്മ യൂഷ്വലി ഇങ്ങനത്തെ ടെൻഷൻ വരുന്ന സിറ്റുവേഷൻസിൽ ഒന്നും സംസാരിക്കാറില്ല, കണ്ണടച്ചിട്ടാണ് ഇരിക്കാറ്. അപ്പം ഞാനും വിചാരിച്ചു അങ്ങനെ ഇരുന്നോട്ടെ, നമുക്ക് പ്രൊസീജിയർ വേഗം കഴിഞ്ഞ് കിട്ടുമല്ലോ. അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു. മാക്സിമം ഒരു 1.5-2 മിനിറ്റിൽ സംഭവം റെഡിയായി. ഗൈസ്, അങ്ങനെ നമ്മുടെ മൂക്ക് കുത്തി ചെറുതായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ട്. പക്ഷെ ദാറ്റ്സ് ഓക്കെ. എങ്ങനെയുണ്ട്? ഓക്കെ. അപ്പൊ ഗൈസ്, അമ്മ മൂക്ക് കുത്തിയിരിക്കുന്നു. ഞാൻ വിചാരിച്ചു അമ്മ കുറച്ച് ഇതാക്കുന്നു, പക്ഷെ നല്ല രീതി അമ്മ സഹിച്ചിരുന്നു. ചെറുതായിട്ട് ആദ്യം പിയേഴ്സ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഓൾ റൈറ്റ് ആയല്ലേ? നമ്മളെന്തായാലും വേണം. അതെ, എന്തായാലും നമ്മൾ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ആദ്യം കയറി ഇരുന്നപ്പോൾ കുത്തണോ അതോ തിരിച്ചു പോയാലോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും പാപ്പൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അങ്ങനെ കുത്തി. എന്നെ പോലെ റൈറ്റ് സൈഡ് തന്നെയാണ് കുത്തിയിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ ബ്ലീഡിങ് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ജസ്റ്റ് 24 hours തന്നെ ഹീൽ ആയിക്കോളും. മൂണ്ട് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. അപ്പം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി എല്ലാം നമുക്ക് വീടെത്തിയിട്ട് പറയാം. ഹേ ഗൈസ്, അപ്പൊ നമ്മൾ ഇതാ മൂക്ക് കുത്തിയിട്ട് ഇന്നൊക്കെ എത്ര ദിവസമായി? 3 ദിവസമായിട്ടോ. നമുക്ക് അന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, കൺക്ലൂഷൻ എടുക്കണമെന്ന്. പക്ഷെ ആകെ ടയേർഡായി. അതെ, അമ്മയും കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു. ആൾക്ക് കുറച്ച് ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവിടെ പോകുന്നതിന് മുന്നേ വലിയ കോൺഫിഡന്റ് ആയിരുന്നു, നമുക്ക് പോവാം മൂക്ക് കുത്താന്നൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ ഡോക്ടർ വന്നപ്പോഴേക്കും അമ്മയ്ക്ക് കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടോ. കുത്തണോ? ഡോക്ടർ വരുന്നതിന് മുമ്പേ അവിടുത്തെ സ്റ്റാഫുകള് വാതില് ഡോറൊക്കെ തുറന്നു വെക്കുമല്ലോ. അപ്പൊ അവിടെ ചെയറിൽ ഇരുന്നപ്പോ പിന്നെ ഹാർട്ട് ബീറ്റ് കൂടി, കുറച്ച് ടെൻസ്ഡ് ആയി പോയി. പക്ഷെ പിന്നെ ഞാനും പാപ്പ മോട്ടിവേറ്റ് ചെയ്തു. പിന്നെ അമ്മയ്ക്ക് കുറച്ച് ടെൻഷൻ കൂടിയപ്പോ ഞങ്ങൾ പറഞ്ഞു എന്താ പിന്നെ കുത്തണ്ട, അമ്മയ്ക്ക് താല്പര്യമില്ലേ, കുത്തണ്ട, നമുക്ക് പോവാന്ന്. പിന്നെ അല്ല കുത്താന്നുള്ളൊരു ഇതായി. പിന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഞാനും പോയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് കുത്തുമ്പോ. അപ്പം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഡോക്ടർ, നല്ല നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നിന്ന് എല്ലാം ചെയ്തു തന്നു.
അല്ല എന്തായാലും വേദന ഉണ്ടാവും. നമ്മളത് മുമ്പേ കണ്ടിട്ടാണല്ലോ പോണത്. വേദന ഉണ്ടാവും. അടിപൊളി ഡോക്ടർ ആയിരുന്നു. അതെ. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തോട്ടെ എന്ന്. അപ്പൊ ആള് പറഞ്ഞാൽ എടുത്തോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ഭയങ്കര ചില്ലായിട്ടുള്ള ഒരു ഡോക്ടർ ആയിരുന്നു. ആൻഡ് അമ്മയ്ക്ക് ആദ്യം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു അവർ കേട്ടോ. അപ്പൊ കുത്തിയപ്പോ തന്നെ കുറച്ച് ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അമ്മ ഒരുപാട് ടെൻഷൻ അടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ആൻഡ് ഞാൻ വീഡിയോ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് വിൽ ബി ഓൾ ബ്ലീഡിങ്, വൈ യു ഹാവ് ടു ടേക്ക് ബ്ലീഡിങ് ഇമേജസ് ഓർ വീഡിയോസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്റ്റിൽ എനിക്കൊരു മെമ്മറിക്ക് എടുത്തു വെക്കണം. അപ്പൊ എടുത്തോളാൻ പറഞ്ഞു. നല്ല അടിപൊളി ഡോക്ടർ ആയിരുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റ് എടുത്തോ, 10 മിനിറ്റ് എടുത്തിട്ടില്ല, 2-3 മിനിറ്റ്. 2-3 മിനിറ്റിൽ കുത്തി കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു 24 hours ഹീലാവും, അതൊന്നും കുഴപ്പമില്ല. ആൻഡ് മെഡിസിൻസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, തനിയെ ഹീൽ ആയിക്കോളും എന്നാണ് പറഞ്ഞത്. നമ്മൾ ഗോൾഡ് തന്നെയാണ് ഇട്ടത്. അപ്പൊ അമ്മയുടെ ഒന്നിൽ തോറ്റാൽ 3 എന്ന് പറയുന്ന പോലെ ഇത് 3ാമത്തെ കുത്തിലെ സക്സസ് ആയി. ആക്ച്വലി അമ്മ ഫസ്റ്റ് കുത്തിയത് എപ്പോഴായിരുന്നു? ബിഫോർ മാരേജ്. ബിഫോർ മാരേജ്, ആഫ്റ്റർ മാരേജ്? അല്ല, ബിഫോർ മാരേജ് ആയിരുന്നു ആദ്യം കുത്തിയത് കേട്ടോ. അത് അച്ഛൻ പറഞ്ഞിട്ട് തന്നെയാണ്. അതെ, അത് അച്ഛൻ പറഞ്ഞിട്ട് തന്നെയാണ് കുത്തിയത്. നമ്മള് നാട്ടിൽ നിന്നാണ് കുത്തിയത്. അപ്പം അത് പക്ഷെ എന്താ പഴുത്തു അല്ല, അങ്ങനെ എന്തായി? അത് മാറ്റിയപ്പോ മൂക്കുത്തി മാറ്റിയപ്പോ അത് പഴുത്തു. അത് ഫസ്റ്റ് ടൈം അമ്മ ലെഫ്റ്റ് സൈഡിലായിരുന്നു കേട്ടോ കുത്തിയത്. അതെന്തോ പഴുത്തു, അത് സീനായി, അത് പോയി. പിന്നെ അതിന് ശേഷം അമ്മ കുത്തിയത് 2-3-4-5 വർഷം ഞാൻ കുത്തിയപ്പോ ഞാൻ ഈ മൂക്കുത്തി കുത്തിയ അതേ എന്റെ കൂടെയാണ് അമ്മയും വന്ന് കുത്തിയത്. 5 വർഷം അല്ല, 5 വർഷം മുന്നെയാണ്. 5 വർഷം മുന്നെയാണ് കേട്ടോ കുത്തിയത്. അത് റൈറ്റ് സൈഡ് ആയിരുന്നു കുത്തിയത്. പക്ഷെ അതും ഇതുമാതിരി എന്തോ അമ്മ ഉറങ്ങി എണീറ്റപ്പോ അതിന്റെ തിരികെ എന്തോ പോയി. അതിങ്ങനെ പൊങ്ങി നിൽക്കും. അത് മൂക്കുത്തി ഇങ്ങനെ, കാല് ചെറുതായിരുന്നു. അന്ന് കുത്തുമ്പോ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാല് ചെറുതാണെന്ന്. പക്ഷെ നമ്മള് കുത്താന്നുള്ള രീതി കുത്തിയതാണ്. പക്ഷെ അത് അതിന്റെ തിരികെ ഊരിപ്പോയി. പിന്നെ ഈ മൂക്കുത്തി പൊന്തി നിൽക്കാൻ തുടങ്ങിട്ടോ. പിന്നെ അത് പഴുത്തു ചെറുതായി. അമ്മ വേറെന്തോ കോല് ഇതിന്റെ കരുവേപ്പിലയുടെ കോലൊക്കെ അമ്മ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഹോൾ അടയാതിരിക്കാൻ. പക്ഷെ അത് പഴുത്തു. പിന്നെ ഭയങ്കര തക്കാളി പോലെ ആയിട്ടുണ്ടായിരുന്നു മൂക്ക്. പിന്നെ അങ്ങനെ അതും വിട്ടു. അങ്ങനെ അമ്മ മൂക്ക് കുത്താന്നുള്ള മോഹം ഉപേക്ഷിച്ചതായിരുന്നു. പിന്നെയും അച്ഛയാണ് ഇപ്പൊ കുത്തിപ്പൊക്കിയത് മൂക്ക് കുത്ത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ കുത്താന്ന്, രണ്ടും കൽപ്പിച്ച് കുത്താന്ന് വിചാരിച്ചു. ഒന്നിൽ തോറ്റാൽ 3 എന്ന് പറയുന്ന പോലെ 3ാമത്തെ പ്രാവശ്യം അമ്മ സക്സസ്ഫുള്ളി മൂക്ക് കുത്തി ഇതവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് മൂക്കുത്തിട്ട് അമ്മ ആദ്യം കുത്തിയത്. നമ്മുടെ നാട്ടിലെ തട്ടാൻ്റെ അടുത്ത് പണിയിപ്പിച്ച മൂക്കുത്തിയാണ്. ഈ മൂക്കുത്തിയാണ് ഞാനും ആദ്യമായിട്ട് മൂക്ക് കുത്തിയപ്പോ ഇട്ടത്. എന്റെ കാലിന് നല്ല നീളമുണ്ട്. അതെ, അത്യാവശ്യം നീളമുള്ള കാലം. പക്ഷെ ഈ ഡോക്ടർ പറഞ്ഞു ഇതിന്റെ നീളം കുറവാണ്, കുറച്ചുകൂടെ നീളമുള്ള മൂക്കുത്തി കിട്ടിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആണെന്നാ പറഞ്ഞത്. ഹീലാവെന്ന് പറഞ്ഞു. അതെ, ഹീലിംഗ് ഫാസ്റ്റർ ആയിരിക്കും പറഞ്ഞു. അപ്പം പിന്നെന്താ പറ്റി പറയേണ്ടത്? മൂക്കുത്തി മൂക്കുത്തി ഹാപ്പി ആണല്ലോ. കാണുമ്പോ എന്താ തോന്നണത്? സന്തോഷമുണ്ട്. ഓക്കെ. ഇപ്പൊ വേദന ഉണ്ടോ? എന്താ വേദനയുണ്ട്, തൊടുമ്പൊക്കെ വേദനയുണ്ട്. കുറച്ച് ബ്ലീഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു സൈഡിലൊക്കെ. പിന്നെ അത് മറ്റേ അമ്മ ക്ലീൻ ചെയ്യുമ്പോ ഡ്രൈ ആയി അതിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ ബ്ലഡ് ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ക്ലീൻ ആണ്. പക്ഷെ അമ്മയ്ക്ക് ഇവിടെയൊക്കെ ചെറിയ പെയിൻ ഉണ്ട് എന്നാ പറഞ്ഞ്. അപ്പൊ അതാണ് നമ്മുടെ ഒരു ചെറിയ മൂക്ക് കുത്തൽ വ്ലോഗ്. ആൻഡ് ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും മൂക്കോ കാതോ കുത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും പോയി കുത്തണം. അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, പേടിക്കേണ്ട കാര്യമില്ല. ഒരു കുറച്ച് നേരത്തിന്റെ ഒരു പെയിനേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് അടിപൊളിയായിരിക്കാമല്ലോ. ആൻഡ് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ പിയേഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് റാദർ ദാൻ ഗൺ ഷോട്ട്. കാരണം ഗണ്ണ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ നമുക്ക് അവര് ഗണ്ണിന്റെ ആ ഒരു സ്റ്റഡന്നെ ആയിരിക്കും ഇട്ട് തരിക. പക്ഷെ അതാൻ വരുമ്പോ കണ്ണ് തുറക്കണ്ട, കണ്ണ് അടച്ചു കിടക്കുക. എന്തായാലും നമുക്കറിയാം വേദന ഉണ്ടാവും. അതെ. അപ്പൊ ഗണ്ണ് ചെയ്തു കഴിഞ്ഞാൽ എന്താ ഒരു ഇഷ്യൂ എനിക്ക് തോന്നിയത് വെച്ചാൽ നമ്മുടെ ഹോള് ഭയങ്കര ചെറുതായിരിക്കും. മാത്രമല്ല ഇത് ഊരിയിടുമ്പം നമുക്ക് ആ നമ്മൾ ഗോൾഡ് ഇടുന്ന സമയത്ത് അത് അതിലേക്ക് എന്താ പറയുക കിടക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ വീണ്ടും അത് ഇഷ്യൂ ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ എ പ്രോപ്പർ പിയേഴ്സിംഗ് റാദർ ദാൻ ഗൺ ഷോട്ട്. അപ്പം അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം ഗൈസ്. ടിൽ ദെൻ Take care. Ta-ta.